ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും ടെക്നിക് കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഇന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ചാനലിന് വേണ്ടിയിട്ട് ഏത് കാറ്റഗറി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ചാനലിന് വേണ്ടി ലോഗോസ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് തന്നെ കൂടുതൽ കുറേ ആൾക്കാർ ചിലപ്പോൾ ലോഗോസ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ ചാനലിലെ പേരടിച്ചിട്ട് അതേപോലെ ലോഗോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിടുന്നവരുണ്ട്. അല്ലാത്തവർ അവർ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ അവർ സ്വന്തമായിട്ട് ലോഗോസിൻ്റെ ആപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ആവണം ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒരു കോപ്പി അടിയില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് പറയാം ഞാൻ ഉണ്ടാക്കിയ ലോഗോ ആണെന്ന്. നമ്മൾ എവിടുന്ന് കോപ്പി അടിച്ചല്ല എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഒരു അടിപൊളി ലോഗോ ഉണ്ടാക്കുന്ന ഒരു ആപ്പ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ആപ്പിൻ്റെ പേര് ലോഗോ മേക്കർ എന്നാണ്. 10 മില്യൺ+ ഡൗൺലോഡേഴ്സാണ് അതിനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അത് നോക്കിയപ്പോൾ അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലോഗോ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ തന്നെ അതപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ലോഗോ മേക്കറിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി പറഞ്ഞ് വേപ്പിക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക. കാണാൻ പറ്റും നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ് ലോഗോ, മൈ ലോഗോസ്, മൈ പ്രൊജക്റ്റ് ആൻഡ് ലോഗോ ടെംപ്ലേറ്റ്സ്. ഇതിൽ ലോഗോ ക്രിയേറ്റ് ലോഗോ എന്ന ബട്ടണാണ് നമ്മൾ വെക്കേണ്ടത്. ഒരു പുതിയൊരു ലോഗോ ഉണ്ടാക്കുകയാണെങ്കിൽ മൈ പ്രൊജക്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ലോഗോസ് അതിലുണ്ടാവും. ഇതൊക്കെ നമുക്ക് ലോഗോകളാട്ടോ. നമുക്കിപ്പോൾ പുതിയ ലോഗോകൾ ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ലോഗോ എന്നുള്ള ആ ബട്ടൺ നിൽക്കുക. അപ്പോൾ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാവും വരിക. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട്, ആർട്ട്, ടെക്സ്റ്റ്, ഡ്രോ, ഗാലറി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ലോഗോന് ഫസ്റ്റ് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് 3 കാറ്റഗറി ആയിട്ടാണുള്ളത്. ഒന്ന് സാധാ ബാക്ക്ഗ്രൗണ്ട് തന്നെ, ഒന്ന് കളർ, പിന്നെ ഒന്ന് ഗ്രാഡിയൻറ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. താഴേക്ക് ആക്കിയാൽ കുറേ ഉണ്ടാവും. കളറിൽ നമുക്ക് സാധാ കളേഴ്സാണ് അതിലുള്ളത്. ഗ്രാഡിയൻറ്റിൽ കളേഴ്സിൽ തന്നെ നമുക്ക് ആംഗിൾ, ഇപ്പോൾ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഞാനിത് ഇങ്ങനെ കൂട്ടി കുറിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അങ്ങനെയുള്ളത് നമുക്ക് വേണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മരത്തിൻ്റെ ഒരു ഇതുള്ള എന്താ പറയുക, ഒരു മരപ്പലകേൻ്റെ ഒരു ലോഗോ ഉള്ളതിന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ആർട്ടാണ്. നമ്മൾ എന്ത് ആർട്ടാണ് അതിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ്. അപ്പോൾ ആർട്ടിലെടുക്കാം. ആർട്ടിൽ തന്നെ എത്രയോ കണക്കിന് എന്താ പറയുക സെക്ഷൻസ് ഉണ്ട്. അതിൽ നീക്കിയാലും കുറച്ച് നേരം എടുക്കും, അത്രയ്ക്കുണ്ട്. ഓക്കെ, വാട്ടർ കളർ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ. നമുക്ക് വേണ്ട കാറ്റഗറി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ ആർക്കിടെക്ചർ, ആർട്ട്, ബർത്ത്ഡേ, ബിസിനസ് പരമായിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിൽ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറിൽ ഞാനിപ്പോൾ ഏത് സെലക്ട് ചെയ്യും? ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ടെക്നിക് കോർണർ മലയാളത്തിൽ TCM എന്ന് നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. അല്ലെങ്കിൽ ടെക്നിക് കോർണർ മലയാളത്തിൽ തന്നെ ആക്കാം. അത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സൈസ് വലുതാക്കിയും കൂട്ടാം. നമുക്ക് ഈ സൈഡിലായിട്ട് സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ കുറച്ച് മുകളിലേക്കാണ് എടുക്കുന്നത്. കുറച്ച് മുകളിലേക്ക് ഈ സൈഡിലായിട്ട് കൊടുക്കാം, കുറച്ചും കൂടെ. ഓക്കെ, ഇത് മതിയാവും. ഓക്കെ, ഇത് മതിയാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ കളറിലേക്കൊക്കെ നോക്കി നോക്കാം. ഗ്രേഡിയൻറ്റ് കളറ് ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ആ ബ്രൈറ്റ്നെസ് കുറയും. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഞാൻ അത് കുറയ്ക്കണതിനനുസരിച്ച് നോക്കൂ, അവിടെ മങ്ങി വരുന്നില്ലേ? അത് നമുക്ക് എത്ര വേണമെങ്കിലാക്കട്ടോ. ഞാനിതായി ഫുള്ളാക്കി വയ്ക്കുന്നുണ്ട്. ഇത് ബോർഡറാണ്. സൈസ് കണ്ടോ, നമ്മൾ നേരത്തെ ആക്കിയാൽ തന്നെ കൂട്ടും കുറയ്ക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ട അല്ലാതെ ആക്കാന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
കൺട്രോൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയും തൊടുക, പിന്നെ ഇങ്ങോട്ട് വരാൻ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചാനലിൻ്റെ പേര് അതിൽ എഴുതാനാണ്. അതിൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ഓപ്ഷൻ നിൽക്കുക. അതിൽ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് അതിൽ കൂട്ടിച്ചേർക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഞാനിപ്പോൾ ഷോർട്ടായിട്ട് TMC എന്താ TCM ടെക്നിക് കോർണർ മലയാളത്തിന് TCM എന്ന് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ TCM. ഓക്കെ ആഡ് ആയിട്ടുണ്ട്. ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, ഇത്ര വലിപ്പം വേണമായിരുന്നു. ഇത്ര വലിപ്പം വേണത്, ഇത് ഇത്ര മതിയോ? ഓക്കെ, അതിൽ നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കളർ, പിന്നെ ഇതിലാണ് നമ്മളെ എഴുതിയ ലെറ്റേഴ്സിൻ്റെ ഷേപ്പ് മാറ്റാനുള്ളത്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ ഭംഗിയില്ലേ. ഞാനിതിൽ ഇതിടാൻ പോവാണ്, TCM, ഒരു പ്രത്യേക ലുക്ക്. പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഏത് കണ്ടിലാക്കാം നമ്മളിഷ്ടം. ഇത് മാത്രമല്ല 12 എണ്ണം ഉണ്ട് TCM. ഇത് കുറച്ചും കൂടെ രസമുണ്ട്, ഒരു പ്രത്യേക ഒരു ലുക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി കളർ ബ്ലാക്ക് തന്നെ മതി. കളർ നമുക്ക് അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. മറ്റേ ഈ എന്നുള്ള ടെസ്റ്റ് കളറാണ്, ആ ടെസ്റ്റിൻ്റെ കളർ മാറ്റാം. പക്ഷേ ഇത് ബ്ലാക്ക് തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇനി സ്പേസിങ് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കൂടിയും കുറഞ്ഞൊക്കെ കളിക്കും. നോട്ടീസ് നോട്ട് വർക്ക്സ് വിത്ത് ടെസ്റ്റ് ഹാവ് ലൈൻ. ജസ്റ്റ് ലൈൻ ഉള്ളത് അത് വർക്ക് ചെയ്യും, ലൈൻ വേറൊരിതാണ്. ഇത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പേരെന്താ, ഒപ്പാസിറ്റി. അങ്ങനെ തീരെ കുറഞ്ഞ് വരുന്നതിൻ്റെ കളറ്, പിന്നെ കൂടി വരിക. നമുക്ക് ഫുൾ തന്നെ ആക്കാം. ഇത് ഷാഡോ ബ്ലറാക്കാൻ വേണ്ടിയൊക്കെയുള്ളതാണ്. ഓക്കെ, ബോർഡർ, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, സൈസ്, കേവ്. ഇനി നമുക്ക് ഒരു കേവ് ആക്കാം. ഇത് നമ്മളൊരു റൗണ്ട് ലോഗോ അല്ല ഉള്ളത്, അപ്പോൾ റൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിൻ്റെ. ഇങ്ങനെ കൊണ്ടുവരാ റൗണ്ട് അല്ല, അഥവാ എങ്കിൽ ഓക്കെ, ഇത് കുറച്ചും കൂടെ ആ ഒരു ഇതിലേക്ക് ആക്കിയില്ലേ, കുറച്ചും കൂടെ നമുക്ക്. ഓക്കെ, നമ്മളെ ലോഗോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ടിക്ക് ബട്ടൺ ഉണ്ടല്ലോ, ടിക്ക് ബട്ടൺ കൊണ്ട് ഞെക്കി കൊടുക്കുക. ഓക്കെ കൊണ്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമുക്കിനി വേണമെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യാം. ഇപ്പം ഷെയറൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗാലറിയിൽ ഒന്ന് പോയി വെക്കാം. അതിലും ഉണ്ടാവും കേട്ടോ. ഗാലറിയിൽ ഇതാ നമ്മുടെ ലോഗോ ഗാലറിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്കിത് നമ്മളെ എന്താ പറയുക, വേണമെങ്കിൽ വാട്സപ്പ് പ്രൊഫൈലാക്കാം, നമ്മൾ ചാനൽ പ്രൊഫൈലാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗാലറിയിൽ വന്ന് നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ലോഗോ ഉണ്ടാക്കുക. ഇപ്പോൾ വേറെ കുറേ ആപ്പുകളുണ്ട്, പക്ഷേ ഞാൻ ഈ ആപ്പ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഈ ആപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കയറ്റി വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇതിലും നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ ശ്രീരാഗ് സൈനിങ് ഔട്ട്.